ഞങ്ങൾ താങ്ങും, അയാൾ ഹദീസ് നിഷേധിയല്ല. ഹദീസ് നിഷേധി ആകണമെങ്കിൽ എന്ത് വേണം? ഹദീസ് പ്രമാണമല്ല എന്ന് പറയണം. ഹദീസ് നിഷേധികൾക്കെതിൽ ഇയാൾ മറുപടി എഴുതിയിട്ടുണ്ട്. അതിന്റെ മറവിൽ തന്നെ ഇയാളെ നിഷേധം ചെലവാക്കുന്നതും. ഇയാൾ ഹദീസ് പ്രമാണമല്ല എന്ന് പറഞ്ഞ ചേകനൂരികൾക്ക് മറുപടി അറിയും. ചേകനൂരികൾക്ക് വേണ്ടതുപോലെ മറുപടി പറയാൻ കഴിയാത്തപ്പോ എന്ത് ചെയ്യും? കുറെ ഹദീസ് ഇയാളെ വകയാണ് തട്ടും. ഇയാൾ ബുഖാരിൽ എത്ര ഹദീസ് തട്ടി? ഇയാൾ ബുഖാരി പരിഭാഷ എടുത്ത് നോക്കി, ഒരു സ്ഥലത്ത് പറയും ആവർത്തനം, അവിടെ നോക്കിയാലും പറയും ആവർത്തനം, ഹദീസ് ഉണ്ടാവില്ല. എത്ര ഹദീസുകളെ തട്ടി? ദജ്ജാലിന്റെ ഹദീസ് ഇയാൾ ദുർവ്യാഖ്യാനിച്ച് കൊളാക്കല്ലേ ചെയ്ത്? ചന്ദ്രൻ പിളർന്ന സംഭവം ഇയാൾ ദുർവ്യാഖ്യാനിച്ച് കൊളാക്കല്ലേ ചെയ്ത്? മാത്രല്ല മാസപ്പിറവിയുടെ കാര്യത്തിൽ ഇപ്പൊ ഇവർ എത്ര തട്ടില? ഖുറാഫിയോടൊപ്പാണ് CP നോമ്പ് വെച്ചത്. കാരണം എന്താ? മക്കത്തേക്ക് നോക്കണം എന്നാ മൂപ്പര് പറഞ്ഞ്. കോയക്കുട്ടി ഫാറൂഖിയും സലാസുല്ലമിയും പറഞ്ഞത് ആഗോള കലണ്ടർ വേണം. ഇവിടുത്തെ മടവൂരികളോ നമ്മളൊപ്പം അല്ലേ? അപ്പൊ അവർക്ക് തന്നെ ആ കാര്യത്തിൽ ഒരു യോജിപ്പില്ല. എന്തിനധികം സംസം വെള്ളത്തിന് യാതൊരു പുണ്യമല്ല. അത് ഇസ്മായിൽ നബിക്കും ആജറ ബീവിക്കും ശൗച്യം ചെയ്യാനുള്ള വെള്ളമായിരുന്നു, കക്കൂസ് പോകുമ്പോ വീക്കാനുള്ള വെള്ളമായിരുന്നു എന്ന് പറഞ്ഞ് പരിഹരിച്ചു. എന്തിനാ മടവൂരികളെ ഇപ്പോഴത് എടുത്തു കൊടുത്തു? ശബാബിന് വീണ്ടും എടുത്തു കൊടുത്തു എന്നിട്ട് ഖുറാഫികളുടെ ഡോക്യുമെന്ററിയിൽ അതാ കാണിക്കണു. സംസം വെള്ളത്തിന്റെ ശേഷതയും ഖുബൂസ് ഖബായിസിന്റെ അർത്ഥവും ന്യായീകരിക്കാണ്. ഇയാളുടെ ഒറ്റപ്പെട്ട അഭിപ്രായം തന്നെ നമുക്ക് തള്ളിക്കളയാൻ കഴിയാത്തവണ്ണം ഇന്നൊരു സംഘടന അത് ഏറ്റെടുത്തു. പക്ഷെ ഇവരുടെ കൂടെ തന്നെയുള്ള MM നദവി എഴുതിയതാ KNM പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ സംസമിന് വലിയ പ്രത്യേകതകളുണ്ട്. സംസം വെള്ളത്തെ പരിഹസിക്കുന്ന ഇവരുടെ അച്ച് ഗ്രൂപ്പിൽ പോകുമ്പോ എന്തിനാ ക്യാന് കണക്കിന് സംസം വെള്ളം കൊണ്ടുവരുന്നത്? നിങ്ങൾ ചോദിക്കണം. സംസം വെള്ളം ഹാജറ ബീവിക്കും ഇസ്മായിൽ നബിക്കും കക്കൂസ് പോകാനുള്ള വെള്ളമായിരുന്നു എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മദീനയിലേക്ക് സംസം വെള്ളം ചുമന്നു കൊണ്ടുപോയി. ഇന്നത്തെ പോലെ വലിയ വാഹനമൊന്നുമില്ലെന്ന് 500 കിലോമീറ്ററോളം ദൂരം അവിടേക്ക് റസൂലുള്ള മദീനയിൽ നാളേക്കുന്നു. സംസം വെള്ളത്തിന്റെ ചാർജുള്ള ഖുറൈശികൾക്ക് എനിക്ക് 2 പാത്രം സംസം വെള്ളം കൊടുത്തയക്കണം. മനസ്സിലായില്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, ഇയാൾ ഒറ്റപ്പെട്ട എല്ലാ അഭിപ്രായങ്ങളും സ്വീകരിക്കോ? 6 നോമ്പ് വഴി നോമ്പ് സുന്നത്തില്ല എന്ന ഇയാളെ വാദം. വഴി നോമ്പ് സുന്നത്തില്ല എന്ന് മാത്രല്ല, പള്ളിയിൽ ജമാഅത്തിന് 5 നേരം പോണ്ടെന്ന ഇയാളെ വാദം. ഇടവണ്ണി പോയി ചോദിച്ചു നോക്കിയും മറിയം നബിയാനെന്ന വാദം. കേൾക്കുണ്ടോ വാദം? ഇങ്ങനത്തെ എന്തെല്ലാം ഒറ്റപ്പെട്ട വാദങ്ങൾ ഇയാൾക്കുണ്ട്. അതൊക്കെ ഞങ്ങൾ അംഗീകരിക്കോ? അതൊക്കെ ഒരു സംഘടന ഏറ്റെടുത്ത് ന്യായീകരിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ ഇറങ്ങുന്നത്. ഈ ഹദീസ് നിഷേധം ഒരാളുടെ ഒറ്റപ്പെട്ട അഭിപ്രായമെന്ന് തള്ളിക്കളയാത്ത വിധം ഇയാളുടെ മുഴുവൻ കുഫറും ന്യായീകരിക്കുന്ന തരത്തിൽ റസൂലുള്ളാഹിന്റെ ഹദീസുകളെ പുച്ഛിക്കുന്ന ഇയാളുടെ ഹദീസ് നിഷേധ പ്രവണതയെ ഒരു സംഘടന, ഒരു പണ്ഡിത സംഘടന ഏറ്റെടുത്ത് കേരളം മുഴുവൻ അയാളെ ന്യായീകരിച്ചു കൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ എതിർക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് എതിർക്കേണ്ടി വന്നതും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത് ഒരു സംഘടനയുടെ ലേബലിൽ പ്രചരിപ്പിക്കുന്നത് കൊണ്ട് സംഘടിതമായി തന്നെ ഞങ്ങൾ നേരിടും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും ഇനി ഇശാ നമസ്കരിച്ച ശേഷം നമുക്ക് ആരംഭിക്കാം. അടുത്തന്നെ പള്ളിയുള്ളതാണല്ലോ. 8:05 ജമാഅത്ത്. എല്ലാവരും ഒന്നുകൊടുത്ത് കയറുമ്പോഴേക്കും സമയമാകും. അതിനുശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി പരിപാടികൾ ആരംഭിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം സത്യങ്ങളും തുറന്നു പ്രഖ്യാപിക്കുവാനും അതിനെ പുണരുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് അബ്ദുസ്സലാം സുല്ലമിയുടെ ഒറ്റപ്പെട്ട വാദങ്ങളായി മാറ്റി നിർത്താതെ ഞങ്ങളതിനെ താങ്ങും, ഞങ്ങളതിനെ സപ്പോർട്ട് ചെയ്യും, ന്യായീകരിക്കും എന്നാണ് ഇവരുടെ ജംഇയ്യത്തുൽ ഉലമയുടെ നേതാവ് ഇപ്പോൾ അഭിമുഖത്തിൽ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് ചോദിക്കുവാനുണ്ട്, അദ്ദേഹത്തിന്റെ എല്ലാ വാദങ്ങളെയും നിങ്ങൾ താങ്ങുമോ? ഇപ്പൊ ഈ ചോദിച്ച വാദങ്ങളൊക്കെ നിങ്ങൾ അംഗീകരിക്കുമോ? സംസം വെള്ളത്തിന് യാതൊരു പ്രത്യേകതയില്ല, അത് ഇസ്മായിൽ നബിക്കും ഹാജറ ബീവിക്കും ശൗച്യം ചെയ്യാനുള്ള വെള്ളമായിരുന്നു, നിങ്ങൾ അംഗീകരിക്കോ? ഈസാ നബിയുടെ ഉമ്മ മറിയം ബീവി നബിയായിരുന്നു എന്നാണ് ഇയാളുടെ വാദം. അത് ഭൂരിപക്ഷം അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർക്കും എതിരായ വാദമാണ്. എന്നു മാത്രമല്ല, ഇയാൾക്ക് ഒരുപാട് ഒറ്റപ്പെട്ട വാദങ്ങളുണ്ട്. ആ വാദങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾ അംഗീകരിക്കുക, ഏതൊക്കെയാണ് നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ടുള്ളത് എന്ന് നിങ്ങൾ വ്യക്തമാക്കാത്തിടത്തോളം കാലം അദ്ദേഹത്തിന്റെ മുഴുവൻ വാദങ്ങളെയും നിങ്ങൾ അംഗീകരിക്കുന്നതായി മാത്രമേ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വഴി നോമ്പ് പരിക്കുമ്പോ സുന്നത്തുണ്ടാവില്ല. കാരണം എന്താ? അത് പാടില്ല എന്നാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത്. 6 നോമ്പ് പറഞ്ഞ നോമ്പന്നല്ല, കള്ള നോമ്പാണെന്നാണ് ഇയാളുടെ വാദം. അങ്ങനെ നോമ്പ് നോൽക്കാറുമില്ല ഇയാള്. ജമാഅത്ത് നിസ്കാരത്തിന് ഇയാൾ 5 നേരം പള്ളി പോണ്ടതില്ല എന്നുള്ള വാദം ഇയാൾക്കുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ വാദം ഉണ്ടോ? അതറിയണം. താടി വളർത്തൽ സുന്നത്ത് പോലും ഇല്ല എന്നാ ഇയാളെ വാദം. മനസ്സിലായില്ലേ? ഇയാൾ അടുത്തനാട്ടിൽ ചോദിക്കുന്നുണ്ട്, എനിക്ക് പണ്ഡിത വേഷം ഉണ്ടോ? പണ്ഡിത വേഷം എന്ന് പറഞ്ഞാൽ എന്താ? താടി വെക്കല്. ഇയാൾ താടി വെച്ചിട്ടില്ല. താടി വടിക്കുന്നവരും താടി വളർത്തിയവരെ കളിയാക്കാറില്ല.
പക്ഷെ ഇയാൾ കളിയാക്കാണ്, പണ്ഡിത വേഷം എന്ന് പറഞ്ഞ് കുത്തി പറയാണ്. CP ഉമർ സുല്ലമി എടുത്ത പണ്ഡിത വേഷമാണോ? സയ്യിദ് ഫാറൂഖ് എടുത്ത പണ്ഡിത വേഷമാണോ? ഇവരെ കൂടെയുള്ള ഒരുപാട് ആളുകൾക്ക് താടി ഉണ്ടല്ലോ, അവർക്ക് പണ്ഡിത വേഷധാരികളാണോ? താടി വളർത്തിയവരെ വടിപ്പിക്കുക ഇയാൾ ചെയ്യുന്നത്. താടിയിലാണോ ഇസ്ലാം എന്ന പുസ്തകം സയ്യിദ് അലവി പുറത്തിറക്കിയപ്പോ അതിന് അവതാരിക എഴുതിയത് KP മുഹമ്മദ് ബിൻ അഹമ്മദ് റഹിമഹുല്ലാ, KNM സംസ്ഥാന ജനറൽ സെക്രട്ടറി, അതുപോലെ ഉമർ മൗലവി, അവർ രണ്ടുപേരുമായിരുന്നു. മാത്രമല്ല ഇവർ തന്നെ പുറത്തിറക്കുന്ന KM മൗലവി എന്ന പുസ്തകത്തിൽ 1959 KM മൗലവി സൗദിയിൽ പോയപ്പോൾ, ഹജ്ജിന് പോയപ്പോൾ അവിടുത്തെ ഗവൺമെന്റിനൊരു നിവേദനം കൊടുത്തു. ആ നിവേദനത്തിൽ അദ്ദേഹം പറഞ്ഞത്, സംഗീതം തെറ്റാണെന്നാണ് ഞങ്ങളുടെ നാട്ടിലെ പണ്ഡിതന്മാർ വിശ്വസിക്കുന്നത്, എന്നാൽ നിങ്ങളുടെ റേഡിയോ തുറന്നു നോക്കിയാൽ സംഗീതം കേൾക്കുന്നു. അതുപോലെ തന്നെ താടി വടിക്കൽ ഹറാമാണെന്നാണ് ഞങ്ങളുടെ നാട്ടിലെ പണ്ഡിതന്മാർ എല്ലാവരും വിശ്വസിക്കുന്നത്, എന്നാൽ ഇവിടെ ചില സലൂണുകൾ തുറന്നിട്ടുണ്ടെന്നും അവിടെ താടി വടിച്ചു കൊടുക്കുന്നുണ്ടെന്നും അറിയാൻ സാധിച്ചു എന്ന് KM മൗലവി അദ്ദേഹത്തിന്റെ നിവേദനത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ KM മൗലവി ആകട്ടെ, KP ആകട്ടെ, ഉമർ മൗലവി ആകട്ടെ, താടി വളർത്തൽ അത്യാവശ്യമാണെന്ന് മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്തിയവരാണ്. അതാണ് സലഫുകളുടെ മാർഗമെന്ന് പഠിപ്പിച്ചതാണ്. പക്ഷേ ഇയാൾ താടി സുന്നത്ത് പോലും ഇല്ലെന്നും അത് പണ്ഡിത വേഷമാണെന്നും കുത്തി പറയുന്നു. അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട്, അറിയാൻ അവകാശമുണ്ട്. അതുപോലെ തന്നെ ഇയാളുടെ വേറെയും കുറെ ഒറ്റപ്പെട്ട വാദങ്ങൾ ഹദീസുമായി ബന്ധപ്പെട്ട് ഇയാൾക്കുണ്ട്. ഇവിടെ പറഞ്ഞ മണ്ടരി, ഇവിടെ പറഞ്ഞ ആൺകോതു പെൺകോതു, ഇതുപോലുള്ള നിരവധി ദുർവ്യാഖ്യാനങ്ങൾ ഇയാളുടെ വകയുണ്ട്. ഇയാൾക്ക് ഇസ്ലാമിലെ ഇളവുകൾ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അതിൽ ഒരുപാട് കാര്യങ്ങൾ ഇയാൾ ഇളവ് കൊടുത്തിരിക്കുകയാണ്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ പിൻഭാഗത്തുകൂടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുതെന്ന് പറഞ്ഞ ഹദീസൊക്കെ വാറോലയാണെന്നാണ് ഇയാൾ സ്ഥാപിക്കുന്നത്. വൻ പാപങ്ങളിൽ മുൻഗാമികൾ എണ്ണി പറഞ്ഞ കാര്യമാണത്. മനസ്സിലായില്ലേ? ശപിക്കപ്പെട്ടവനാണ് ഗുദത്തിലൂടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവൻ എന്ന് പറഞ്ഞ ഹദീസുണ്ട്. വൻ പാപങ്ങളിൽ മുൻഗാമികൾ എണ്ണിയത് ആ ഹദീസൊക്കെ ലൈഫാണെന്ന് പറഞ്ഞ് ഇയാൾ അതിന് അനുവാദം കൊടുക്കുകയാണ്. മുഷ്ടി മൈഥുനം ഇയാളുടെ വക അനുവാദം കൊടുത്തിരിക്കുകയാണ്.